സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. യുദ്ധവും സമാധാനവും. ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്ന വർഷമേത്? ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്ന വർഷം 1962 UN സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തെ തുടർന്ന് 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചതെന്ന്? UN സുരക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തെ തുടർന്ന് 1965 ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് 1965 സെപ്റ്റംബറിലാണ്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടി ഏത്? 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് അനുബന്ധമായി ഒപ്പുവയ്ക്കപ്പെട്ട ഉടമ്പടി താഷ്കന്റ് കരാർ. താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷമേത്? 1966 ജനുവരി 10. അപ്പോൾ താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് 1966 ജനുവരി 10. താഷ്കന്റ് കരാറിൽ ഇന്ത്യക്കായി ഒപ്പിട്ടതാര്? പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. പാകിസ്ഥാനു വേണ്ടി താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചതാര്? മുഹമ്മദ് അയൂബ് ഖാൻ. അപ്പോൾ താഷ്കന്റ് കരാറിൽ ഇന്ത്യക്കായിട്ട് ഒപ്പുവെച്ചത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാനു വേണ്ടി ഒപ്പുവെച്ചത് മുഹമ്മദ് അയൂബ് ഖാനുമാണ്, അന്നത്തെ പ്രസിഡന്റ്. 1966 ജനുവരി 11 താഷ്കന്റിൽ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 1966 ജനുവരി 11 താഷ്കന്റിൽ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? വിദേശത്ത് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയതെന്ന്? ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് 1974 മെയ് 18. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന രഹസ്യനാമം എന്ത്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണത്തിന് വേദിയായ സ്ഥലം ഏത്? ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണത്തിന് വേദിയായ സ്ഥലം രാജസ്ഥാനിലെ പൊക്രാനാണ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ഡോക്ടർ രാജാരാമണ്ണയാണ്. പ്രഥമ ആണവ പരീക്ഷണം, കൃത്രിമോപഗ്രഹ വിക്ഷേപണം എന്നിവ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രഥമ ആണവ പരീക്ഷണം, കൃത്രിമോപഗ്രഹ വിക്ഷേപണം എന്നിവ നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആര്? 1953 UN പൊതുസഭയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രി പദം വഹിച്ച പ്രഥമ വനിതയാര്? ഇന്ത്യയിൽ ക്യാബിനറ്റ് മന്ത്രി പദം വഹിച്ച പ്രഥമ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. സംസ്ഥാന ഗവർണറായ ആദ്യത്തെ വനിതയാര്? സരോജിനി നായിഡു. സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാര്? സുജേത കൃപാലിനി. ഇപ്പൊ സംസ്ഥാന ഗവർണറായ ആദ്യ വനിത സരോജിനി നായിഡു, സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യ വനിത സുജേത കൃപാലിനിയുമാണ്. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ വിനോബ ഭാവെ. ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം ഏത്? 1969. ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്ന വർഷം 1969. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ഏത്? ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം 1975 ജൂൺ 26. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര്? ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത ദേശീയ നേതാവ് ആര്? സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത ദേശീയ നേതാവ് ജയപ്രകാശ് നാരായൺ ആണ്. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്ന വർഷം ഏത്? 1972 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1972. അപ്പൊ പിൻകോഡ് സമ്പ്രദായവും
വന്യജീവി സംരക്ഷണ നിയമവും നിലവിൽ വരുന്ന വർഷം 1972-ലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ കടുവ സംരക്ഷണ പദ്ധതിയായ പ്രൊജക്ട് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ചതെന്ന്. ലോകത്തിലെ ഏറ്റവും വിപുലമായ കടുവ സംരക്ഷണ പദ്ധതിയായ പ്രൊജക്ട് ടൈഗർ ഇന്ത്യയിൽ ആരംഭിച്ചത് 1973 ഏപ്രിൽ 1-നാണ്. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1972. അപ്പോൾ പ്രൊജക്ട് ടൈഗർ നിലവിൽ വരുന്നത് 1973-ലാണ്. കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നത് 1972. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം ഏത്? ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം 1972-ആണ്. വിദ്യാഭ്യാസത്തെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വർഷം ഏത്? വിദ്യാഭ്യാസത്തെ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വർഷം 1976-ആണ്. 1976-ൽ ദരിദ്രരായ ഗ്രാമീണരെ ഉദ്ധരിക്കാൻ 20-ദിന പരിപാടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആര്? 1976-ൽ ദരിദ്രരായ ഗ്രാമീണരെ ഉദ്ധരിക്കാൻ 20-ദിന പരിപാടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 1970-കളിൽ ഹിമാലയത്തിലെ ഗദ്വാൾ മേഖലയിൽ രൂപമെടുത്ത വൃക്ഷ സംരക്ഷണ പ്രസ്ഥാനം ഏത്? 1970-കളിൽ ഹിമാലയത്തിലെ ഗദ്വാൾ മേഖലയിൽ രൂപമെടുത്ത വൃക്ഷ സംരക്ഷണ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. 1974 മാർച്ചിൽ മരമുറിക്കെതിരെ ഗ്രാമീണ വനിതകൾ ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പ് സമരം നടത്തിയ ചമോലി ജില്ല ഏത് സംസ്ഥാനത്താണ്? 1974 മാർച്ചിൽ മരമുറിക്കെതിരെ ഗ്രാമീണ വനിതകൾ ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പ് സമരം നടത്തിയ ചമോലി ജില്ല ഉത്തരാഖണ്ഡിലാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കിയ 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏത്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കിയ 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1978-ആണ്.